വർഷത്തിൽ ഒരിക്കൽ മാത്രം പ്രവേശനാനുമതിയുള്ള കൊടും വനത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ മഹാന്റെ ചാരത്തേക്ക് നമുക്കൊരു യാത്ര പോയാലോ? വർഷത്തിൽ ഒരിക്കൽ മാത്രം പോകാൻ പറ്റുന്ന ആ മഹാന്റെ ചാരത്തേക്ക് നിങ്ങളും വരുന്നില്ലേ കൂടെ? ഫോറസ്റ്റിന്റെ പ്രത്യേക അനുമതിയോടുകൂടി മാത്രം പോകാൻ പറ്റുന്ന ആ സ്ഥലത്തേക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കർണാടകയിലെ കൊടും വനത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് അബ്ദുൽ ബാരി തങ്ങളുടെ ചാരത്തേക്കാണ് നമ്മുടെ യാത്ര. ആ ചരിത്രം നിങ്ങളൊന്ന് കേൾക്കൂ. ആരായിരുന്നു മഹാനായ സയ്യിദ് അബ്ദുൽ ബാരി ബുഖാരി തങ്ങൾ അവറുകൾ? നോക്കാൻ നമുക്ക്. കുണ്ടറ എന്നാണ് ആ സ്ഥലത്തിൻ്റെ, അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന ആ സ്ഥലത്തിൻ്റെ പേര്. വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം പ്രവേശനത്തിന് അനുമതി കിട്ടുന്ന സിയാറത്ത് കേന്ദ്രം, അതും വന്യജീവികൾ താമസിക്കുന്ന, ആളുകൾ പേടിക്കുന്ന പുലി, കടുവ, സിംഹം, ആന തുടങ്ങിയവർ മാത്രം വസിക്കുന്ന വനത്തിൽ ഒരു മക്കാമുണ്ട്. കൊടും വനത്തിൻ്റെ നടുവിലൊരു മക്കാം. ഒരു ദിവസം മഹാൻ ഫോറസ്റ്റുകളായ ആളുകൾ താമസിക്കുന്ന ഫോറസ്റ്റ് ഓഫീസിന് തൊട്ട് ചാരത്ത് താർപ്പായ പോലത്തെ ഉപയോഗിച്ച് അതിൽ മഹാനവറുകൾ ഇങ്ങനെ ജീവിക്കുകയായിരുന്നു. മഹാൻ അങ്ങനെ അവിടെ കുറച്ച് വർഷങ്ങൾ താമസിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഫോറസ്റ്റിൽ ജോലി ചെയ്യുന്ന ഉയർന്ന ഉദ്യോഗസ്ഥൻ അവിടെ ഇരിക്കുന്ന സയ്യിദിനെ കണ്ടപാടെ അവിടുത്തെ ചെറിയ ഉദ്യോഗസ്ഥരോട് ചീത്ത പറയാൻ തുടങ്ങി. എന്തിനാണ് മനുഷ്യൻ ഇവിടെ താമസിക്കുന്നത് എന്ന നിലക്ക് ശക്തമായ രീതിയിൽ ശകാരിക്കാൻ തുടങ്ങി. ഈ ചീത്ത പറയുന്നത് മഹാൻ കേൾക്കാനിടയായി, സയ്യിദ് അവറുകൾ കേൾക്കാനിടയായി. മേലുദ്യോഗസ്ഥൻ ആ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ മഹാൻ അവിടെയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, ഞാൻ ഇവിടെ നിൽക്കൽ കൊണ്ട് നിങ്ങൾക്ക് പ്രയാസമുണ്ടായല്ലേ, ഇനി ഇവിടെ നിന്ന് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ മഹാൻ യാത്രക്കൊരുങ്ങി. ആ സമയം ആ കാട്ടിൽ കുടിൽ കെട്ടി താമസിക്കുന്ന കുറച്ച് ആളുകളുണ്ടായിരുന്നു, ആദിവാസികളായ ആളുകൾ. മഹാൻ ഫോറസ്റ്റ് ഓഫീസിന്റെ അടുത്ത് നിന്ന് പോകുന്നത് കാട്ടുതീ പോലെ പടർന്നു. ഇത് കേട്ടപാടെ ആദിവാസി മൂപ്പൻ തങ്ങളോട് പറഞ്ഞു, ഞാനും നിങ്ങളൊപ്പം പോരട്ടെ. മഹാനായ തങ്ങൾ പറഞ്ഞു, ആ പോരാ, നിങ്ങൾക്ക് പോരാ, നിങ്ങൾ 2 വാഴയില കൊണ്ടുവരിക. അങ്ങനെ ആദിവാസി മൂപ്പൻ 2 വാഴയില കൊണ്ടുകൊടുത്തു മഹാനായ സയ്യിദ് അവറുകൾക്ക്. എന്നിട്ട് മൂപ്പര് ചോദിച്ചു, ആദിവാസി മൂപ്പൻ ചോദിച്ചു, ഇത് എന്തിനാണ്? തങ്ങൾ പറഞ്ഞു, നമുക്ക് പുഴ കടക്കാൻ വേണ്ടി. അന്നേരം നല്ല മഴയുണ്ടായിരുന്നു. പുഴ വെള്ളം നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന സമയത്തായിരുന്നു അത്. അവർ 2 പേരും യാത്ര തിരിച്ചു. അതും പേടിപ്പെടുത്തുന്ന ജീവികൾ മാത്രം താമസിക്കുന്ന വനത്തിലേക്ക്. വനത്തിലൂടെ നടന്നു. ഏറെ ദൂരം നടന്നതിന് ശേഷം കബനിപ്പുഴ കടക്കണം. അവർ കബനിപ്പുഴ കടക്കാൻ പോകുന്നത് കാണാൻ ആളുകൾ വന്നു നിൽപ്പായി. അങ്ങനെ അവർ ആ വാഴയില തോണിയായി അവർ 2 പേരും ആ പുഴയിലേക്ക് വാഴയിലിട്ടു. അതിൽ കയറി യാത്രയായി. വനം കാട്ടിലേക്കാണ് അവരുടെ യാത്ര. ഒഴുക്കില്ലാത്ത ഭാഗത്തേക്കായിട്ടാണ് അവരുടെ വാഴയില സഞ്ചരിച്ചത്. ഇത് തന്നെ അവിടെ നിന്ന ആളുകളെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. ഈ സഞ്ചാരം കഴിഞ്ഞ് 6 മാസത്തിനു ശേഷം ഒരു വേനലിൽ ആ മഹാനെ സ്നേഹിക്കുന്ന ഉദ്യോഗസ്ഥർ മഹാനെ സന്ദർശിക്കാൻ ആ വനംകാട്ടിലേക്ക് പോയി. അപ്പോൾ അവർ കണ്ടതെന്താണെന്ന് അറിയോ? അവിടെ ആ മഹാന്റെ മക്ബറയും തൊട്ടടുത്ത് ആദിവാസി മൂപ്പൻ ഇങ്ങനെ ഇരിക്കുന്നതുമാണ്. പിന്നീട് 1 വർഷം കഴിഞ്ഞ് ഇവർ ഈ സ്ഥലത്തേക്ക് വീണ്ടും പോയപ്പോൾ കണ്ടത് അവിടെ 2 ഖബറുകളാണ്. വർഷത്തിൽ 1 പ്രാവശ്യം മാത്രം മക്കാമിലേക്ക് പ്രവേശനാനുമതി ലഭിക്കുകയുള്ളൂ. ആ ഒരു ദിവസത്തിൽ നാനാ ഭാഗത്തു നിന്ന് ആളുകൾ ഇവിടെ ഒഴുകിയെത്തും. അത് തന്നെയാണ് അത്ഭുതം. മച്ചൂർ മഹലിൽ നിന്നുള്ള സിയാറത്ത് യാത്ര ഉണ്ടാവാറുണ്ട്. മച്ചൂരിൽ നിന്ന് കാൽനട യാത്രയായിട്ടാണ് പോകേണ്ടത്. മക്കാമിലേക്ക് 10 കിലോമീറ്റർ നടക്കണം. ഫോറസ്റ്റിന്റെ 20-ൽ പരം വാഹനങ്ങൾ, ലോറികൾ, ആളുകൾക്ക് യാത്ര ചെയ്യാൻ അവസരമുണ്ടാകും. അവിടെ പുഴ വരെ മാത്രമാണ് ആ ലോറികൾ, വാഹനങ്ങൾ പോകുക.
അവിടുന്ന് 7 കിലോമീറ്റർ നടക്കണം മക്കാമിലേക്ക്. നല്ല റാഹത്തുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള യാത്ര. നിങ്ങളും വരണം ആ യാത്രക്ക്. നോക്കി നിങ്ങൾ, അങ്ങനെ കുറച്ച് നടന്നാൽ നമുക്ക് പലതും കാണാൻ കഴിയും. പകുതി ഭക്ഷിച്ച കാട്ടുപോത്ത്, മാൻ, മറ്റു ജീവികളുടെ പല ഭാഗത്തായി യാത്രയിൽ കാണാം. ഇതും ഒരു പാഠമാണ്. ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കണ്ട് മനസ്സിലാക്കണം. അല്ലാഹു റബ്ബ് തൗഫീഖ് നൽകട്ടെ. ഈ മഹാനെ സിയാറത്ത് ചെയ്യാൻ പോയ ഒരാളെയും ഒരു മൃഗവും ആക്രമിച്ച ചരിത്രമില്ല. അത് തന്നെ അവിടുത്തെ മാഹാത്മ്യം മനസ്സിലാക്കാം. രാവിലെ 8:30 നടന്നാൽ അവിടെ പുഴ കടന്ന് മക്കാമിലെത്തുക 12 മണി കഴിഞ്ഞാണ്. സിയാറത്ത് കഴിഞ്ഞാൽ മക്കാമിന് തൊട്ട് ഈ ജനസഞ്ചയത്തിന് ഭക്ഷണം ലഭിക്കുന്നതാണ്. അത് കഴിച്ച് തിരിച്ചു വരുമ്പോൾ നമുക്ക് കാട്ടാനകളെ കാണാം. ദൂരെ നിൽക്കുന്നത് മാനിനെയും വരയാടിനെയും കാണാം. ഈ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ യാത്രയൊന്ന് ചെയ്യണം. റബ്ബ് തൗഫീഖ് നൽകട്ടെ. അതെ, കൊറോണയ്ക്ക് ശേഷമുള്ള ആദ്യ സന്ദർശനമാണ് നാളെ നടക്കാൻ പോകുന്നത്. അവിടെ വലിയ പല മഹാന്മാരും സിയാറത്ത് ചെയ്തതായി ചരിത്രത്തിൽ കാണാൻ കഴിയും. മഹാനായ CM വലിയുല്ലാഹി അടക്കമുള്ള മഹാന്മാർ. അല്ലാഹു ആ മഹാനവറുകളുടെ പേരിൽ നമുക്കൊക്കെ ഫാത്തിഹ ഓതാൻ തൗഫീഖ് നൽകട്ടെ. കഴിയുന്ന ആളുകളൊക്കെ അവിടുത്തെ പേരിൽ ഫാത്തിഹ ഓതണം. അല്ലാഹു അദ്ദേഹത്തിൻ്റെ ചാരത്തെത്താൻ നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.